കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടുറങ്ങിയാലോ? കൊക്കും മീനുകളും. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിലെ മത്സ്യങ്ങളെ പിടിച്ചു ഭക്ഷിച്ചായിരുന്നു ഒരു കൊക്ക് താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ നാളുകൾ കഴിഞ്ഞു. കൊക്കു വയസ്സനായി. കൊക്കിന് ഇര പിടിക്കാൻ കഴിയാതെയായി. ഇങ്ങനെ പോയാൽ ഞാൻ വിശന്ന് ചാവുക തന്നെ. കൊക്ക് വിചാരിച്ചു, എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കണം. അങ്ങനെ കൊക്ക് കുളത്തിനകത്തുള്ള ഒരു പാറയിലിരുന്ന് കരയാൻ തുടങ്ങി. ഇത് കണ്ട് അവിടെയുള്ള മത്സ്യങ്ങളെല്ലാം കുളത്തിനു മുകളിലേക്ക് വന്നു. എന്താ കൊക്കമ്മാവ കരയുന്നത്? കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് കരയുന്നത്. ഞങ്ങളുടെ കാര്യം ഓർത്തിട്ടോ? മീനുകൾ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതേ കുഞ്ഞുങ്ങളെ. എന്താണ് കൊക്കമ്മാവ, എന്താണ് കാര്യം? പറഞ്ഞോളൂ. കാട്ടിൽ വലിയൊരു വേനൽ വരാൻ പോവുകയാണ്. തൊട്ടടുത്തുള്ള കുളങ്ങളെല്ലാം വറ്റി വരണ്ടു. ഞാൻ ദൂരെ ഒരു വലിയ കുളത്തിലേക്ക് പറന്നു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ചിറകുകളൊന്നുമില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ആ കുളം വരെ എത്തിച്ചേരുക? അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ഇത് കേട്ടപ്പോൾ മീനുകൾക്ക് വിഷമമായി. എന്താണ് ചെയ്യുക? വേനലായി കഴിഞ്ഞാൽ കുളമെല്ലാം വറ്റും. ഞങ്ങളെല്ലാവരും ഇവിടെ കിടന്ന് ചത്തുപോകും. കൊക്കമ്മാവ, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. മീനുകൾ കരയാൻ തുടങ്ങി. എൻ്റെ ഉപായം ഫലിക്കുന്നുണ്ട്. കൊക്കിന് സന്തോഷമായി. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഓരോ മീനുകളെ ഓരോ ദിവസമായി എൻ്റെ കൊക്കിൽ വച്ച് വലിയ കുളത്തിൽ കൊണ്ടെത്തിക്കാം. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം. മീനുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മീനുകളെ തൻ്റെ കൊക്കിൽ വഹിച്ചുകൊണ്ട് കൊക്ക് യാത്ര തുടങ്ങി. ആദ്യം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മീനുകൾ അടിപിടി കൂടാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഞണ്ടിൻ്റെ ഊഴമാണ്. കൊക്കിന് സന്തോഷമായി. എത്ര ദിവസമായി മീനുകളെ തന്നെ ഭക്ഷിക്കുന്നു. കൊള്ളാം, ഇന്ന് ഞണ്ടിനെ തന്നെ ഭക്ഷിക്കാം. ഞണ്ട് വളരെ സന്തോഷത്തോടു കൂടെ കൊക്കിൻ്റെ പുറത്ത് കയറിയിരുന്നു. ഞണ്ടിനെയും കൊണ്ട് കൊക്ക് പറന്നു. കുറേ ദൂരം പിന്നിട്ടിട്ടും കുളമൊന്നും കണ്ടില്ല. ഞണ്ട് ചോദിച്ചു, എവിടെ കൊക്കമ്മാവ വലിയ കുളം? വലിയ കുളമോ? കൊക്ക് ചിരിച്ചു. ഹിഹിഹി, പമ്പര വിട്ടി. ഞാൻ നിങ്ങളെ ഭക്ഷണമാക്കാനാണ് ഈ ഉപായം കണ്ടുപിടിച്ചത്. ഇന്ന് നിന്നെ ഞാൻ ഭക്ഷിക്കും. ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും ഞണ്ട് ഒട്ടും ധൈര്യം കളയാതെ കൊക്കിൻ്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ചു. കൊക്കിന് ലക്ഷ്യം തെറ്റി. അത് പറന്ന് താഴേക്ക് പതിച്ചു. ഒരു പാറയിൽ തലയിടിച്ച് അവൻ ക്ഷണത്തിൽ തന്നെ ചത്തു. കുളത്തിലെത്തി കൂട്ടുകാരോട് ഞണ്ട് നടന്ന കാര്യമെല്ലാം പറഞ്ഞു. തങ്ങളുടെ ജീവനെ രക്ഷിച്ചതിന് അവർ ഞണ്ടിനോട് നന്ദി പറഞ്ഞു. ഗുണപാഠം: ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യരുത്.